ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 3 കെമിക്കൽ ബോണ്ടിംഗ്. കെമിക്കൽ ബോണ്ടിംഗ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: വൈ ഡു ആറ്റംസ് ഫോം കെമിക്കൽ ബോണ്ട്സ്? ആറ്റംസ് എന്തിനാണ് കെമിക്കൽ ബോണ്ട്സ് ഉണ്ടാക്കുന്നത്? ആൻസർ: ആറ്റംസ് ഫോം കെമിക്കൽ ബോണ്ട് ടു ബിക്കം മോർ സ്റ്റേബിൾ. ആറ്റംസ് കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെട്ട് കെമിക്കൽ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നോബിൾ ഗ്യാസിൻ്റെ സ്റ്റെബിലിറ്റി എന്താണോ അതുപോലെയുള്ള സ്റ്റെബിലിറ്റി. നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് 8 ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജ് ആണ്. സിമിലർ സ്റ്റേജിലേക്ക് മാറാനാണ് എലമെൻറ്റ്സ് റിയാക്ഷൻസിൽ ഏർപ്പെടുത്തിയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അയോണിക് ബോണ്ട് ആൻഡ് എ കോവലന്റ് ബോണ്ട്? അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ആൻസർ: അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും തമ്മിൽ മേജർ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ബോണ്ട് ഫോർമേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻ അയോണിക് ബോണ്ട് ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഒരു ആറ്റത്തിൽ നിന്നും അടുത്ത ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ഒരു ആറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലേക്ക് പോകുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഏത് ആറ്റത്തിൽ നിന്നാണോ ഇലക്ട്രോൺ പുറത്തു പോയത് ആ ആറ്റം പോസിറ്റീവ് അയോൺ ആകും. ഇലക്ട്രോൺ ഏത് ആറ്റത്തിലാണോ ആഡ് ചെയ്യപ്പെട്ടത് അത് നെഗറ്റീവ് അയോൺ ആകും. അതാണ് അയോണിക് ബോണ്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ അയോണിക് ബോണ്ട് NaCl എടുത്തിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറിൻ. സോഡിയം ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു. ക്ലോറിനിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ Cl മൈനസ് ആകും, Na+ ആകും. അങ്ങനെ Na+ഉം Cl മൈനസും അയോൺസ് ഓപ്പോസിറ്റ്ലി ചാർജ് പാർട്ടിക്കിൾ ബോണ്ട് ഫോം ചെയ്തു, അയോണിക് ബോണ്ട്. ഇനി കോവലന്റ് ബോണ്ടിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കില്ല, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് കോവലന്റ് ബോണ്ടിൽ നടക്കുന്നത്. രണ്ട് ആറ്റം കോവലന്റ് ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ രണ്ട് ആറ്റത്തിൻ്റെയും ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ വെച്ച് ആ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ രണ്ട് ആറ്റത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന ഒരു എഗ്രിമെൻ്റാണ് കോവലന്റ് ബോണ്ടിൽ വരുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ H2O, ഓക്സിജൻ ഒരു OH ബോണ്ട് ഈ ഹൈഡ്രജനുമായിട്ട് ഉണ്ടാക്കി ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനായിട്ട് OH കോവലന്റ് ബോണ്ട് ആക്കി എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഈ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് ഹൈഡ്രജനും ഓക്സിജനിലും തന്നെയാണ്. പക്ഷേ രണ്ടുപേർക്കും ഈക്വൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് കോവലന്റ് ബോണ്ട്. എക്സാമ്പിൾ ഫ്ലൂറിൻ നോക്കുകയാണെങ്കിലോ, ഫ്ലൂറിനിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. ഓരോ ഇലക്ട്രോൺ 2 ഫ്ലൂറിൻ ആറ്റം ഷെയർ ചെയ്ത് 7+1 8 ഒക്ടറ്റ് സ്റ്റേജിലേക്ക് മാറി F- എന്ന സ്റ്റേജിലേക്കാണ് ഫ്ലൂറിൻ മോളിക്യൂളായിരിക്കുന്നത്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: An element has atomic number of 12. What kind of ion will it form? എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പർ 12 ആണ്. ആ എലമെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് അയോൺസ് ആണ് ഉണ്ടാക്കുക? എലമെൻറ്റ് ആറ്റമിക് നമ്പർ 12 നമുക്കറിയാം മഗ്നീഷ്യമാണത്. ആറ്റമിക് നമ്പർ 12 ആയാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ മഗ്നീഷ്യം നമുക്ക് എഴുതാമല്ലോ, 2 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺ. ഇതിന് ഒക്ടറ്റ് സ്റ്റേജിലേക്ക് മാറുന്നതിന് മഗ്നീഷ്യത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് 2 8 എന്നുള്ള ഫോമിലേക്ക് മാറി അങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജിലേക്ക് വരാനാണ് മഗ്നീഷ്യം ട്രൈ ചെയ്യുന്നത്. അതായത് മഗ്നീഷ്യത്തിൻ്റെ ടെൻഡൻസി ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്ത് 2+ ചാർജിലേക്ക് മാറി Mg2+ അയോൺസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. Question:
An element has atomic number of 17. What kind of ion will it make? ഈ എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പർ 17 ആണ്. ആറ്റമിക് നമ്പർ 17 ആയ ഏത് ടൈപ്പ് ഓഫ് അയൺ ആയിരിക്കും അതുണ്ടാക്കുക? എലമെൻറ്റ് ആറ്റമിക് നമ്പർ 17 നമുക്കറിയാം, അത് ക്ലോറിൻ ആണ്. 17 ആറ്റമിക് നമ്പറുള്ള എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം 287. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഈ എലമെൻറ്റിന് ഉള്ളത്. ഇതിന് ഒക്ടറ്റ് സ്റ്റേജിലേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പവഴി ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്ത് 288 എന്ന ഫോമിലേക്ക് മാറി അയോൺ ഫോം ചെയ്യാനാണ് ഈ ക്ലോറിൻ എലമെൻറ്റ് ശ്രമിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി 7 ഉണ്ട്. ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് 8 ആകും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഒന്ന് കൂടി. പ്രോട്ടോൺ 17 പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആയിരുന്ന സ്റ്റേജിൽ നിന്ന് ഒരു അഡീഷണൽ ഇലക്ട്രോൺ വന്നു, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു, ഇലക്ട്രോൺസ് 18 ആയി. അപ്പോൾ ഒരു Cl മൈനസ് അയോണാണ്. ഒരു ഇലക്ട്രോൺ കൂടി വരുമ്പോൾ Cl മൈനസ് അയോൺ ഫോം ചെയ്തിട്ടാണ് ക്ലോറിൻ Cl മൈനസ് എന്ന ഫോമിലേക്ക് മാറി ഒക്ടേറ്റ് സ്റ്റേജിലേക്ക് ആവുന്നത്. ക്വസ്റ്റ്യൻ: വൈ ഡു അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ്? അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആണ്. വാട്ട് ഇസ് ദ റീസൺ? ആൻസർ: അയോണിക് കോമ്പൗണ്ട്സിൽ സ്ട്രോങ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടായിരുന്നത് നെഗറ്റീവും പോസിറ്റീവും ചാർജുള്ള അയോൺസ് വെച്ചിട്ടാണ്. ഈ അയോൺസിൻ്റെ വെരി സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഈ അയോൺസിനെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷന് പറ്റും. അപ്പോൾ കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അയോൺസിനെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: വൈ ഡു കോവലന്റ് കോമ്പൗണ്ട്സ് ജനറലി ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ്? മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് കോവലന്റ് ബോണ്ട്സ് വളരെ കുറവാണ്. അതിൻ്റെ കാരണമാണ് നെക്സ്റ്റ്. ആൻസർ: കോവലന്റ് കോമ്പൗണ്ട്സ് മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. HCl ഒരു കോവലന്റ് കോമ്പൗണ്ടാണ്. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഒരു കോവലന്റ് ബോണ്ട് മേക്ക് ചെയ്ത് ഇവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല, അയോൺസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഈ രണ്ട് ആറ്റംസും അടുത്തടുത്ത് അവരുടെ ആ ഷെയർഡ് ഇലക്ട്രോൺ രണ്ട് ആറ്റത്തിനും കോമണായി ഉപയോഗിക്കാവുന്ന ഒരു നിലയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ഓരോ മോളിക്യൂളും ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ തമ്മിലുള്ള ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് നല്ല വീക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ തന്നെ ഈ ഇതിനെ നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് കോവലന്റ് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കും. ബിക്കോസ് വെരി ലോ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വൈ ഡസ് ഐസ് ഫ്ലോട്ട് ഓൺ വാട്ടർ? ഐസ് എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കുന്നത്? ആൻസർ: ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തു, അതിൽ ഒരു ഐസ് ക്യൂബ്സ് ഇട്ടാൽ അതെപ്പോഴും പൊങ്ങിക്കിടക്കുന്നു. അതിൻ്റെ കാരണം? ആൻസർ: ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ബിക്കോസ് ഐസിൻ്റെ ഡെൻസിറ്റി ലിക്വിഡ് വാട്ടറിനേക്കാളും കുറവാണ്. എന്തുകൊണ്ടാണ് ഐസിൻ്റെ ഡെൻസിറ്റി ലിക്വിഡ് വാട്ടറിനേക്കാളും കുറയുന്നത്? അതിന് മേജർ റീസൺ ഹൈഡ്രജൻ ബോൺസ് ആണ്. ഈ ഹൈഡ്രജൻ ബോൺസ് വാട്ടർ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ബോൺസ് വാട്ടർ മോളിക്യൂൾസിനെ ഒരു ഓപ്പൺ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോമിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് ലിക്വിഡ് ഫോമിൽ ഹൈഡ്രജൻ ബോൺസ് അപ്പോഴും ഉണ്ട്, പക്ഷേ ഈ സ്റ്റാറ്റിക് ആയിട്ടല്ല, ഇത് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോമിലേക്ക് മാറ്റിയാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത് ഈ ഹൈഡ്രജൻ ബോൺസിൻ്റെ. അങ്ങനെ ആവുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ സ്പേസ് വേണം ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നിൽക്കാനായി. ദാറ്റ് മീൻസ് വോളിയം കൂടുതലായിരിക്കും. വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സിൻ്റെ ഡെൻസിറ്റി ലിക്വിഡ് വാട്ടറിനേക്കാളും കുറവായി ഐസ് ക്യൂബ്സ് പൊങ്ങിക്കിടക്കുന്നത്.
floats on water. Question. What is the difference between a cation and an anion? കാറ്റയോണും ആനയോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ. കാറ്റയോൺ പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഓർക്കാനുള്ള വഴി കാറ്റയോൺ എന്ന് പറഞ്ഞാൽ കാഥോഡിൻ്റെ അടുത്തേക്ക് വരുന്ന അയോൺസ് ആണ്. കാഥോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ കാഥോഡിൻ്റെ അടുത്തേക്ക് വരുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും. സോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ന്യൂട്രൽ ആറ്റത്തിൽ നിന്നും ഒന്നോ അതിലധികമോ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യപ്പെട്ടാൽ, ലൂസ് ചെയ്യപ്പെട്ടാൽ ആണ് അത് കാറ്റയോണായി മാറുന്നത്. ഇവിടെ നോക്കൂ, 4 പ്രോട്ടോൺസ് 3 ഇലക്ട്രോൺസ്, 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസായി, അത് കാറ്റയോൺ. നെക്സ്റ്റ് ആനയോൺ. ആനോഡിനടുത്തേക്ക് വരുന്ന അയോൺസാണ് ആനയോൺസ്. ആനോഡ് പോസിറ്റീവാണ്, അപ്പോൾ ആനോഡിനടുത്ത് വരുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും. ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് 1 or more ഇലക്ട്രോൺസ് ആഡ് ചെയ്താലാണ് അതൊരു ആനയോണായി മാറുന്നത്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണായി മാറുന്നത്. ഇവിടെ 4 പ്രോട്ടോൺസ് ഉണ്ട്, 5 ഇലക്ട്രോൺ, ഒരു അഡീഷണൽ ഇലക്ട്രോൺ വന്നു. അപ്പോൾ 5 ഇലക്ട്രോൺസ് ഇവിടെ വന്നപ്പോഴേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോണായി. മെറ്റൽസ് ടിപ്പിക്കലി ഫോം കാറ്റയോൺസ്. അതായത് മെറ്റൽസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കാറ്റയോൺസ് ആണ് ആകുന്നത്. സോഡിയം ഫോംസ് Na+, കാറ്റയോൺ. സോഡിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ കൊടുത്തു 2,8 എന്നുള്ള ഈ ഫോമിലേക്ക് മാറി, അതൊരു കാറ്റയോൺ. നോൺ മെറ്റൽസ് ടിപ്പിക്കലി ഫോം ആനയോൺസ്. നോൺ മെറ്റൽസ് ഇലക്ട്രോൺസ് റിസീവ് ചെയ്തിട്ട് നെഗറ്റീവ് ആയ അയോൺസിലേക്കാണ് മാറുന്നത്. ക്ലോറിൻ Cl ഫോംസ് Cl-, അതാണ് ആനയോൺ. Question. Name 2 elements that exhibit variable valency. വേരിയബിൾ വാലൻസി എക്സിബിറ്റ് ചെയ്യുന്ന 2 എലമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 എലമെൻറ്റ്സ്. ഒന്ന് അയൺ. അയണിന് വേരിയബിൾ വാലൻസി കാണിക്കാൻ പറ്റും. അയൺ കാണിക്കുന്ന 2 വാലൻസീസ് ആണ് 2ഉം 3ഉം. അയണിൻ്റെ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ Fe2+ലേക്ക് പോകും. 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് Fe3+ലേക്ക് പോകും. കോപ്പറാണ് രണ്ടാമത്തെ എലമെൻറ്റ്. കോപ്പർ കാണിക്കുന്ന വേരിയബിൾ വാലൻസി 1ഉം 2ഉമാണ്. കോപ്പറിൻ്റെ വാലൻസി 1 ആകണത് കുപ്രസ്, വാലൻസി 2 കുപ്രിക്. ഇത് രണ്ടും അയണും കോപ്പറുമാണ് വേരിയബിൾ വാലൻസി കാണിക്കുന്ന ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ്. Subscribe to this channel for more videos like this. Question. Is the bond in hydrogen molecule polar or non-polar? Explain why. ഹൈഡ്രജൻ മോളിക്യൂൾ പോളാർ ആണോ നോൺ പോളാർ ആണോ? എന്താണ് റീസൺ? ആൻസർ. ഹൈഡ്രജൻ മോളിക്യൂൾ ഒരു നോൺ പോളാർ ആണ്. കാരണം 2 ഹൈഡ്രജൻ ആറ്റംസ് കോവലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ആകുന്നത്. രണ്ടും സെയിം ആറ്റം തന്നെയാണ്. രണ്ടും സെയിം ആകുമ്പോഴേക്കും രണ്ടിൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ സെയിം ആണ്. ഷെയർ ചെയ്യപ്പെടുന്ന ഈ ഇലക്ട്രോൺ 2 ആറ്റവും ഈക്വൽ ഫോഴ്സിലാണ് 2 സൈഡിലേക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. രണ്ടും സെയിം ആറ്റം ആയത് കാരണം ഈക്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. പൊളാരിറ്റി ഒന്നും ഫോം ചെയ്യുന്നില്ല. സോ ഹൈഡ്രജൻ ഈസ് നോൺ പോളാർ. ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാൽ എന്താണ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ആൻസർ. ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് നോട്ട് ഫോർ അസസ്മെൻറ്റ് സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് നോട്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യലി പോസിറ്റീവ്ലി ചാർജ് ആയ ഹൈഡ്രജൻ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ അങ്ങനെയുള്ള ആറ്റവുമായി നടത്തുന്ന ഒരു സ്പെഷ്യൽ ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. വാട്ടർ മോളിക്യൂൾ നോക്കൂ. വാട്ടറിൽ ഓക്സിജനുമുണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഓക്സിജൻ നല്ല ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ്. ഈ OH ബോണ്ടിലെ കോവലന്റ് ബോണ്ട് മേക്ക് ചെയ്തതിൽ ഈ OH ബോണ്ടിൽ ആ കോവലന്റ് ബോണ്ടിലുള്ള ആ ഇലക്ട്രോൺസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജൻ കൂടുതൽ പുൾ ചെയ്യും. അതായത് ഡെൽറ്റ നെഗറ്റീവ് ചാർജിലേക്ക് ഓക്സിജൻ മാറും, ഡെൽറ്റ പോസിറ്റീവിലേക്ക് ഹൈഡ്രജനും മാറും. അപ്പോൾ
വാട്ടർ ഒരു പോളാർ മോളിക്യൂളാണ്. അതിൽ ഡെൽറ്റ പോസിറ്റീവിലുള്ള ഈ ഹൈഡ്രജൻ സി, ഡെൽറ്റ പോസിറ്റീവിലുള്ള ഒരു ഹൈഡ്രജൻ വേറൊരു മോളിക്യൂളിലുള്ള ഹൈലി ഇലക്ട്രോനെഗറ്റീവായ ഓക്സിജനുമായി നടത്തുന്ന ഈ ഒരു സ്പെഷ്യൽ ബോണ്ട്, അതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് സെയിം മോളിക്യൂളിലും ആകാം, ഡിഫറെൻറ്റ് മോളിക്യൂളിലേക്കും കൊടുക്കാം. ഈ കേസിൽ ഡെൽറ്റ പോസിറ്റീവിലുള്ള ഈ ഹൈഡ്രജൻ വേറൊരു മോളിക്യൂളിലുള്ള ഹൈലി ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ഓക്സിജനുമായിട്ടുള്ള സ്പെഷ്യൽ ബോണ്ട്. വാട്ടർ ഒരു എക്സാമ്പിളാണ്. അമോണിയയും ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്നുണ്ട്. NH3യിൽ നൈട്രജൻ 3 ഹൈഡ്രജൻ. നൈട്രജൻ നല്ല ഹൈലി ഇലക്ട്രോനെഗറ്റീവാണ്. ഈ നൈട്രജനും അടുത്ത മോളിക്യൂളിലുള്ള ഹൈഡ്രജനും തമ്മിലുള്ള ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്. എപ്പോഴും ഈ ഹൈഡ്രജൻ ബോണ്ട് വേറെ മോളിക്യൂളുമായി മാത്രമാകണമെന്നില്ല. ചില കോമ്പൗണ്ട്സ് സെയിം മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാറുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ സം എക്സാമ്പിൾ, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇത് മനസ്സിലാക്കുക. ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ബോണ്ട്. വാട്ടർ, അമോണിയ അതെല്ലാം ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്ന എലമെൻറ്റ്സ് ആണ്, കോമ്പൗണ്ട്സ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് വേരിയബിൾ വാലൻസി? എക്സ്പ്ലെയിൻ. വേരിയബിൾ വാലൻസി എന്നാൽ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതും ഒരു നോട്ട് ഫോർ അസസ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് അറിഞ്ഞിരിക്കുക. വേരിയബിൾ വാലൻസി എന്നാൽ ഒരു എലമെൻറ്റ് ഡിഫറെൻറ്റ് വാലൻസീസ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിൽ കാണിക്കും. ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിൽ ഡിഫറെൻറ്റ് വാലൻസീസ് ആയിരിക്കും കാണിക്കുന്നത്. അത്തരം ആ എബിലിറ്റീനെയാണ് നമ്മൾ പറയുന്നത് വേരിയബിൾ വാലൻസി. വേരിയബിൾ വാലൻസി കാണിക്കുന്ന ഒരു മെയിൻ എലമെൻ്റ് ആണ് അയൺ. Fe വേരിയബിൾ വാലൻസി 2ഉം കാണിക്കുന്നുണ്ട്, 3ഉം കാണിക്കുന്നുണ്ട്. വാലൻസി 2 ഫെറസ് ക്ലോറൈഡ് FeCl2, വാലൻസി 3 ഇൻ ഫെറിക് ക്ലോറൈഡ് FeCl3. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.